അനുമോൾ ഇത്തിരി ഇമോഷണലി ബ്രേക്ക് ആവുന്ന ഒരാളാണ്. അപ്പം ഈ സങ്കടം വരുന്നതൊക്കെ പുള്ളിക്കാരിക്ക് സ്വാഭാവികമായിട്ട് അവിടെ വന്നിട്ട് ഡ്രാമ കളിക്കുന്നതൊന്നുമല്ല. വിഷമം വരുമ്പോൾ നമ്മൾ കരയുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ കാര്യങ്ങൾക്ക് അനുമോൾക്ക് വിഷമം വരും. അപ്പം അത് അനുമോൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എബവ് ഫോളോവേഴ്സ് ഉള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാരായി. അപ്പോൾ അത്രയും ഇവർ ഓരോരുത്തരും മെസ്സേജ് അയച്ചാൽ ഈ ഫോളോവേഴ്സിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു, അത്രയും പേര് അവളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെയാണ് ഈ ഒരു വോട്ട് ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് അങ്ങനെ PR കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യും. മേ ബി ഒരു ഇത് അവിടുത്തെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മെന്റൽ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് അറിയില്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അല്ലാണ്ട് എനിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളുടെ ക്ലിപ്സ് വരുമ്പോൾ കാണാറുണ്ട്, അനുമോളിനെ വോട്ട് ചെയ്യാറുണ്ട്. നമുക്കൊരു ആഗ്രഹമാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വിന്നറായിട്ട് വരിക എന്നുള്ളത് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. സോ ഹോപ്പ്ഫുള്ളി വിജയിച്ച് തിരിച്ച് വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അത് കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇനി അത് പ്രണയമാണോ അറേഞ്ച്ഡാണോ വീണ്ടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. എനിവേ സോ ഫാർ വി ആർ റിയലി ഹാപ്പി, നല്ല രീതിയിൽ ഹാപ്പി. കാറ്റത്തെ കിളിക്കൂടെ എന്ന സീരിയലിൻ്റെ വിശേഷങ്ങളായിട്ട് അമീനും ടെസ്സയാണ് നമ്മുടെ കൂടെ ഉള്ളത്. രണ്ടുപേർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മൾ പ്രമോയൊക്കെ കാണുമ്പോൾ നായകന്മാരായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും. ഇപ്പോൾ ഒരേ ഒരു കപ്പിള് അമീന് മാത്രമേ ഉള്ളൂ. എന്താണ് കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷങ്ങൾ? കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇനി വരുന്ന നവംബർ 10-ാം തീയതി തൊട്ടാണ് ഇതിൻ്റെ ടെലികാസ്റ്റ്. വൈകിട്ട് 8 മണിക്കാണ് നമ്മൾ ടെലികാസ്റ്റിൻ്റെ സമയം വരുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ത്രെഡാണ് ഇതിൻ്റെ. അതായത് കണ്ണീർ പരമ്പരകളല്ലാണ്ട് ഇപ്പോൾ വേറെ എന്തെങ്കിലും പോരോ കാര്യങ്ങളൊന്നും അല്ലാണ്ട് ഒരു 4 ആൺകുട്ടികളുള്ളൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്ന, മൊത്തം 5 പേര്, അച്ഛനും ഉണ്ട്, മൊത്തം 5 ആണുങ്ങൾ മാത്രമുള്ളൊരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ആ പെൺകുട്ടിക്ക് എങ്ങനെയൊക്കെ അതിനെ ബാധിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ പെയറായിട്ടാണ് ടെസ്സ വരുന്നത്. ഞാനാണ് കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. നിലവിൽ എനിക്ക് മാത്രമേ ഒരു പെയറായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഫസ്റ്റ് സീരിയൽ അല്ലേ, അപ്പോൾ ഇതിൻ്റെ കൊമൻസ് കാണുമ്പോഴാണെങ്കിലും ആളുകൾ പറയുന്നുണ്ട് യെസ് ഒരു നല്ല നായിക ആരാണ് എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ടെസ്സയെ സംബന്ധിച്ച് ഈ പ്രൊജക്റ്റ് തരുന്ന ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഞാനൊരു വലിയ ഐഡിയ ആയിട്ട് ഇതിൽ എത്തിയ ഒരാളല്ല. ഇപ്പം ഞാൻ മെല്ലെ മെല്ലെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ റിയാലിറ്റിയിലോട്ടും ഞാനിപ്പോൾ എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പം ഈ ചോദ്യത്തിനുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ എനിക്ക് തരാനില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴെങ്കിലും നിതിനും വിഘ്നേഷും ഒക്കെ ആയിരുന്നു. അപ്പോൾ നിതിൻ ചേട്ടൻ വിഘ്നേഷും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട് ഇപ്പോൾ വിഘ്നേഷ് പുതുമുഖം ആയതുകൊണ്ട് നിതിൻ ചേട്ടൻ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ കോആക്ടറായിട്ട് അമീൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇതുവരെ ഇപ്പോൾ എടുത്തതിലും നമുക്ക് ഞാനും അമീനുമായിട്ടുള്ള കോമ്പിനേഷനെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള നിതിൻ ചേട്ടൻ അവരൊക്കെ ആയിട്ട് ഇനിയിപ്പം ഈ വീട്ടിലേക്ക് വരുമ്പോൾ തൊട്ടേ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അമീൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പം എനിക്ക് എങ്ങോട്ടാണ് ക്യാമറ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആക്ഷൻ പറയുമ്പോൾ എവിടെ വന്ന് നിൽക്കണം, ആ പൊസിഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഇപ്പോൾ ഡയലോഗ് പറയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അമീൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ രാവിലെ വരും, സ്ക്രിപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് നോക്കും, മോഡുലേഷൻസ് കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുക്കണം, ടെക്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ഹെൽപ്പിംഗ് ആണ്. അമീനെ സംബന്ധിച്ച് അമീൻ ബ്രേക്ക് ചെയ്യല്ലേ, പറയട്ടെ. അമീനെ സംബന്ധിച്ച് ഇത് നിതിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കായിട്ട് തോന്നി. കാരണം നമ്മളിപ്പോൾ ഇവിടെ വരുമ്പം വേറെയും ആക്ടേഴ്സ് ഉണ്ട്, ഒരു നായകൻ മാത്രമല്ല മറ്റൊരാളും കൂടി വരുന്നുണ്ട്. സ്വാഭാവികമായും ഈഗോ ഹേർട്ട് ചെയ്യാനുള്ള എല്ലാ സ്പേസ് ഉള്ളൊരു ഇടത്തേക്കാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷെ ഒട്ടും ഈഗോ ഇല്ലാതെയാണ് ഞങ്ങളിവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ആ സൗഹൃദത്തെ? ഇതിന് ആദ്യം തന്നെ ഈഗോ വരുന്നത് ഇപ്പോൾ ഒരു ക്യാരക്ടറിന് മറ്റേ ക്യാരക്ടറിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത് കൂടി അത് കുറഞ്ഞു എന്നുള്ളതിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. ബേസിക്കലി ഞങ്ങൾക്ക് ഇവിടെയുള്ള ടെസ്സ ആയിക്കോട്ടെ, വിഘ്നേഷ് ആയിക്കോട്ടെ, നികേഷ് ആയിക്കോട്ടെ, നിതിൻ ചേട്ടനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, എല്ലാവർക്കും ഈക്വലി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടനൊരു 2 സീൻ കൂടുതൽ വന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് 2 സീൻ കൂടുതൽ വന്നു എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ അവിടെ ഒരു ഈഗോ ഹേർട്ട് ആവേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഈക്വലി പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുള്ളൊരു സീരിയലാണ്. സോ പേഴ്സണലി ഞങ്ങൾ അങ്ങനെ ഒരു ഈഗോ ഉള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ ഒരു വിഷയമല്ല. എനിക്ക് എന്താ ചേട്ടൻ എന്താ പറഞ്ഞതെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ അഭിനയിച്ച വേറെ സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഈ ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്യാൻ അമീന് തോന്നിയൊരു കാരണം എന്തായിരുന്നു? ഇത് INR തുണൈ എന്ന് പറയുന്ന ഒരു തമിഴ് സീരിയലിൻ്റെ റീമേക്കാണ്. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പണക്കാരൻ വീട്ടിലെ പയ്യനാണ്. അത് മാത്രമല്ല ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാറ്റിനും എന്തെന്ന് അതിന് പറയാം, കുറച്ച് നിഷ്കളങ്കതയുള്ള
നിഷ്കളങ്കത ഉണ്ടെങ്കിൽ മാത്രമേ മറ്റേ സത്യം മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ, ആ മൂഡാണ്. പക്ഷെ ഇതിനകത്തുള്ളത് കുറച്ച് കള്ളത്തരങ്ങളും കുറച്ച് കുറുമ്പും കുറച്ച്. ഇപ്പം ആക്ച്വലി ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഞാൻ കുറച്ച് കള്ളത്തരത്തിലൂടെയാണ് ഈ കല്യാണം നടക്കുന്നതും കാര്യങ്ങളൊക്കെ. അതെ അതെ. അപ്പൊ അതിന്റെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ എപ്പിസോഡിലൂടെ നിങ്ങൾ അറിയും. അപ്പൊ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്തു. പിന്നെ ഈ തമിഴിൽ ഇപ്പൊ ഇത് 200 സംതിങ് എപ്പിസോഡ്സ് ആയി. അപ്പൊ അത് വെച്ച് ആ സീരിയൽ കാണുന്ന സമയത്ത്, നോക്കുന്ന സമയത്ത് അത് ഭയങ്കര രസമുള്ള പല പല മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. സോ ഐ സെഡ് ഓക്കെ ഡൺ. ഉള്ളൊരു സീരിയൽ അതിൽ നിന്നൊരു ഡിഫറൻറ്റ് പിടിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ഒരാൾ ചെയ്തു വെച്ചൊരു ക്യാരക്ടറിനെ അതെന്തായാലും മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ കൂടി അതിനോട് ഡിഫറൻറ്റ് പിടിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണോ? അല്ല, ഞാൻ ആക്ച്വലി തമിഴ് എപ്പിസോഡ്സ് ആദ്യത്തെ കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മൾ ഒരിക്കലും അത് ഇൻഫ്ലുവൻസ് ആവാൻ പാടില്ല, ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല അതിനകത്ത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഓരോ ക്യാരക്ടറിനും ആ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും, എങ്ങനെ നടക്കണം, എങ്ങനെ ചിരിക്കും, എങ്ങനെ ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കറക്റ്റ് ഗൈഡൻസ് നമ്മുടെ ഇതിൻ്റെ റൈറ്റർ ഗിരീഷ് സാർ വന്നിട്ട് തന്നിട്ടുണ്ടായി. അത് ഭയങ്കര നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് സീരിയൽസ് ആയിട്ടുള്ളൂ, ആ സീരിയൽസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം, എൻ്റെ മാത്രമല്ല നിതിൻ ചേട്ടൻ്റെയും ഫസ്റ്റ് ടൈമാണ് ഒരു റൈറ്റർ അങ്ങനെ വന്ന് കറക്റ്റ് ഒരു ക്ലാസ് എടുത്ത് തന്ന് അത് ഒരു ട്രാക്കിലാക്കി തരുന്നത്. സോ അതാണ് എന്നെ ഏറ്റവും തമിഴ് നോക്കി ഇൻഫ്ലുവൻസ്ഡ് ആവാതിരിക്കാനും എൻ്റെതായ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എന്നെ ഹെൽപ്പ് ചെയ്തത് ഗിരീഷ് സാറിൻ്റെ ആ ഒരു ഗൈഡൻസ് ആണ്. ഇപ്പോൾ ടെസ്സയെ സംബന്ധിച്ച് ശ്രദ്ധിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വനിതയുടെ കവർ പേജുകൾ, വനിതയുടെ പേജിലൊക്കെ ടെസ്സയുടെ മോഡലിംഗ് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പിക്ചേഴ്സൊക്കെ. ആ മോഡലിങ്ങിൽ നിന്ന് എങ്ങനെയായിരുന്നു ഈ അഭിനയത്തിലേക്ക് ടെസ്സ എത്തുന്നത്? മോഡലിംഗ് എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ചെയ്തവർ മാത്രമാണ്. ഇപ്പം വനിതയുടെ ആണെങ്കിലും ഷീമാട്ടിയുടെ ആണെങ്കിലും രണ്ടും മെയിനായിട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതും അഭിനയവും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റീസെൻ്റ്ലി ഞാനൊരു ഓണത്തിനൊരു വെറുതെ കാഷ്വലായിട്ട് വെറുതെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തത്, അത് ആണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോൾ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതല്ലാതെ മോഡലിംഗ് ഒരിക്കലും അഭിനയമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെൻറ്റ് പോളിസി കിടക്കുന്ന കാര്യങ്ങളാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും അഭിനയിക്കുന്നതും എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇങ്ങനെ ഒരു കോള് വന്നപ്പോൾ ഫസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം അഭിനയിക്കാൻ ഒരു കോള് വരുന്നു. ആക്ച്വലി എനിക്ക് ഇതിനു മുമ്പും ഇങ്ങനെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ DMs വരുമ്പോഴും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ഇല്ല, എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ അഭിനയിച്ചിട്ടില്ല, എനിക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ എന്നറിയില്ല. അപ്പം ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ആക്ടിങ് എക്സ്പീരിയൻസ് വേണം, അല്ലാത്തവർ പറയും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന്. പക്ഷെ അന്നൊക്കെ ഞാനത് റിജക്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്, ഇല്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കോള് വന്നപ്പം ഞാൻ സെയിം ഡയലോഗാണ് പറഞ്ഞത്, അതായത് എനിക്ക് അറിയില്ല അഭിനയിക്കാൻ. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു ഫേസ് ഓക്കെയാണ്, അപ്പോൾ ഒന്ന് വരാമോ ഓഡീഷന്. അപ്പം എൻ്റെ ഹസ്ബൻഡും ഫാമിലിയാണ് പുഷ് ചെയ്യുന്നത്. ഇപ്പം എന്നേക്കാൾ ഇൻട്രസ്റ്റ് ഫാമിലിക്കാണ്. അങ്ങനെ അവരുടെ ഒരു നിർബന്ധത്തിനാണ് ഞാൻ ഓഡീഷന് വന്നത് തന്നെ. പക്ഷെ അപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല എനിക്ക് കിട്ടുമെന്ന്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവർക്കായിരിക്കും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഫൈനലി അത് എനിക്ക് തന്നെ വന്നു. വിവാഹത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് അമീൻ്റെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഇപ്പോൾ സ്റ്റാർ മാജിക്കിലേക്ക് വന്നിട്ടുള്ള ആളുകൾ കൂടിയാണ്. ആ സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഇത് പ്രണയ വിവാഹമാണോ എന്നുള്ള ചോദ്യം എനിക്കൊന്ന് ഒരുപാട് അത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് അത് കഴിഞ്ഞു, ആ സ്റ്റേജ് കഴിഞ്ഞു. എന്തായാലും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, ഞങ്ങളിപ്പോൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ഇനി അത് പ്രണയമാണോ അറേഞ്ച്ഡാണോ വീണ്ടും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി സോ ഫാർ വി ആർ റിയലി ഹാപ്പി, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ പുഷിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അമീനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വൈഫ് പലപ്പോഴും പല കാര്യങ്ങളിൽ ആ ഒരു പുഷ് തന്നിട്ടുള്ളൊരു കാര്യം. ശരിക്കും നിങ്ങൾ സെയിം ഫീൽഡിൽ നിൽക്കുന്ന ഒരു സമയത്ത് കൂടി അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? ബിൽഡ് ചെയ്യാൻ മാത്രമല്ല, ഇപ്പം ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് കരിയർ സെപ്പറേറ്റ് കഴിഞ്ഞിട്ട് പേഴ്സണൽ ലൈഫ് ഉണ്ട്. പ്രൊഫഷണൽ ലൈഫ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. ഈ പേഴ്സണൽ ലൈഫിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് ഡയനയ്ക്ക് ഈ ഫീൽഡിലായതുകൊണ്ട് കറക്റ്റായിട്ട് ഡയനയുടെ പ്രശ്നങ്ങൾ ഞാനും മനസ്സിലാക്കും, എൻ്റെ പ്രശ്നങ്ങൾ ഡയനെ മനസ്സിലാക്കും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് പുഷിനേക്കാൾ കൂടുതൽ അവളുടെ ഒരു എന്താ പറയുക, എല്ലാം അണ്ടർസ്റ്റാൻഡിങ്, അത് മനസ്സിലാക്കുന്നതാണ് ഞങ്ങളുടെ
ഒരു ഞങ്ങളുടെ ആ ഒരു മനസ്സിലാക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അമീനെ നമ്മൾ കണ്ടിട്ടുള്ള ആദ്യം ഇന്റർവ്യൂർ ആയിട്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴെങ്കിലും ഭയങ്കര നെർവസ് ആയി പോയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? നെർവസ് ആയി പോയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം 5:45 എൻ്റെ അടുത്ത് വിളിച്ചു പറയുന്നു 6 മണിക്ക് എവിടെയാ പോയി ചോദിച്ചാൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എവിടെയാ? ഞാനിവിടെ ആ ലൊക്കേഷൻ ഒരു 5 മിനിറ്റ് ദൂരത്താണ് നിൽക്കുന്നത്. അത് അർജൻറ്റായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ, വേറൊരു ആങ്കർ ആയിരുന്നു, അവർ മാറിപ്പോയി, ഒന്ന് അർജൻറ്റായിട്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് പ്രിപ്പയർഡ് അല്ല. നമ്മളൊരു ഗസ്റ്റിന് വന്ന് ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാളെ പറ്റി അറിഞ്ഞിരിക്കണം. ഇത് ഒരു അന്തവും ഇല്ലാതെ ഞാൻ ചെന്ന് പെട്ടത് വലിയ 2 പേരുടെ പേരിലാണ്. വലിയ 2 പേരുടെ അടുത്താണ് ഞാൻ ചെന്ന് പെട്ടത്. വലിയ 2 പേരെന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിച്ച് ഔട്ട് ഓഫ് ദി ബോക്സ് ബിഹേവ് ചെയ്യുന്ന 2 പേരാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പെട്ടുപോയി. എൻ്റെ അടുത്ത് പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തരാം, നീ ഒന്നും പേടിക്കണം, നീ ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഓണറിൽ ഫ്രെയിമിൽ വരുമ്പോൾ ഞാനാണ് നിൽക്കുന്നത്, അതൊന്നും വേറെ ആരെയും ബാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് വെള്ളം കുടിച്ചു, ഭയങ്കര നെർവസ് ആയിരുന്നു. ബട്ട് അത് ഭാഗ്യത്തിന് അതങ്ങ് ഒതുങ്ങിപ്പോയി, അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഇന്റർവ്യൂ ചെയ്തതിൽ ഇപ്പോഴും ഓർക്കുമ്പോഴും വാ അയാളെ ചെയ്തല്ലോ എന്നോർത്ത് നിൽക്കുന്ന ഒരു മെമ്മറിയിലുള്ള ഒരു സെലിബ്രിറ്റി ആരായിരിക്കും? ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ ആക്ടർ വിജയുടെ ഒരു മെർസലിൻ്റെ ഓഡിയോ ലോഞ്ച് ആണെന്ന് തോന്നുന്നു. മെർസലിൻ്റെ ഓഡിയോ ലോഞ്ച്, മെർസലിൻ്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ആ സമയത്ത് സൂര്യ TV-ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷേ അതെല്ലാം ഓക്കെ ആയി, ഞാൻ അവിടെ ഉണ്ടായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സാധനം ഞാനും എക്സൈറ്റഡ് ആയി. ഞാൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ്, അദ്ദേഹത്തിൻ്റെ തിരക്കും, അദ്ദേഹം അത് കഴിഞ്ഞ പടപടയെന്ന് പറഞ്ഞു. അവർക്ക് ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂറിലല്ല അവരുടെ ആവശ്യം. അവർ ഓഡിയോ ലോഞ്ചിന് വന്നാൽ അത് കഴിഞ്ഞ് അവർ പോകും. പക്ഷെ അത് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. ഞാൻ ആ സമയത്ത് തുടക്കക്കാരനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അത് നടക്കും, അങ്ങനെ ഒരു സാധനം കിട്ടും എന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അത് ഭാഗമാണ് ഇതിൻ്റെ. ഇനി ഇപ്പോൾ ഈ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹൗ യു ഫീൽ? ഒരു നടിയായി മാറിയതിന് ശേഷം ഇപ്പോൾ സെറ്റിലേക്ക് വരുന്നു, ഒരുപാട് ആളുകളുടെ കൂടെ അഭിനയിക്കുന്നു, മിങ്കിൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആക്ടിങ്ങിനെ കുറിച്ച് ഒരു ഫോക്കസ് കൊടുക്കുമ്പോൾ? അത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. അതിൻ്റെ റിയാലിറ്റിയിലോട്ട് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം അവർ സീൻ തരുന്നു, വായിക്കുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യണം, ഇവർ പറഞ്ഞു തരുന്ന എല്ലാം വെച്ചിട്ട് ഇൻപുട്സ് വെച്ചിട്ട് എനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കണം എന്നുള്ളൊരു മാത്രമേ ഞാനിപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കരിയറിനാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനും എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റേജിലൂടെ ആക്ച്വലി ഞാനിപ്പോൾ പോകുന്നത്. ഇനി ഇത് സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോഴായിരിക്കും ഞാൻ കുറച്ചും കൂടി ഇത് ഇഷ്ടപ്പെട്ട് തുടങ്ങുക, അല്ലെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസ് വന്നാണല്ലോ ഇപ്പോൾ ഈ ഒരു സമയത്ത് കളഞ്ഞു പോയ ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ. വന്നതിൽ കളഞ്ഞതിനെ കുറിച്ച് ഏതിനെ കുറിച്ച് ഇപ്പോൾ ഒന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം ഏഷ്യാനെറ്റിൽ കിട്ടാന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് തിങ്. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. മേ ബി ഇതായിരിക്കും എൻ്റെ കറക്റ്റ് ടൈം, അല്ലെങ്കിൽ എനിക്ക് അന്നേ മേ ബി സ്റ്റെപ്പ് എടുക്കായിരുന്നു, അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇതായിരിക്കും റൈറ്റ് ടൈം. അതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, ഐ എം ഹാപ്പി. അമീനെ സംബന്ധിച്ച് അമീൻ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൽ അമീൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുമോള് ഇപ്പോൾ ബിഗ് ബോസിലുണ്ട്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു റെഗുലർ വ്യൂവർ അല്ല, പക്ഷേ ഈ ക്ലിപ്പിംഗ്സ് ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കും. ബേസിക്കലി അനുമോളായിട്ടാണ് ഞാൻ കൂടുതൽ കൂട്ടുള്ളത്. അപ്പോൾ അവിടെ ഉള്ളതിൽ എനിക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരാൾ അനുമോൾ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അനുമോളുടെ ക്ലിപ്സ് വരുമ്പോൾ കാണാറുണ്ട്, അനുമോളിനെ വോട്ട് ചെയ്യാറുണ്ട്. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വിന്നറായിട്ട് വരിക എന്നുള്ളത് നമുക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. സോ ഹോപ്പ്ഫുള്ളി വിജയിച്ച് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വോട്ടിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും ഈ വോട്ടിങ്ങിന്റെ കാര്യം പറയുമ്പോൾ അനുമോളെ കുറിച്ച് എല്ലാവരും കോർണർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അനുമോൾ PR കൊണ്ട് മാത്രം നിൽക്കുന്ന ഒരാളാണെന്നുള്ളത്. അപ്പം അത്ര അടുത്തറിയാവുന്ന ഒരാൾ കൂടിയല്ലേ. ശരിക്കും ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ മാത്രം അനുമോക്ക് അവിടെ നിൽക്കാൻ പറ്റും? അനുമോക്ക് ആളുകളുടെ സപ്പോർട്ട് ഇല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എബോ ഫോളോവേഴ്സ് ഉള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ മുകളിൽ ആൾക്കാരായി. അപ്പോൾ അത്രയും ഇവർ ഓരോരുത്തരും മെസ്സേജ് അയച്ചാൽ തന്നെ ഈ ഫോളോവേഴ്സിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞു, അത്രയും പേര് അവളെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തന്നെയാണ് ഈ ഒരു വോട്ട് ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതും കമൻറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ എനിക്ക് അങ്ങനെ PR കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എന്നൊന്നും എനിക്ക് ഈ 16 ലക്ഷം PR കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് മേ ബി ഒരു അവിടുത്തെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. വെറുതെ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അല്ലാണ്ട് ഐ ഡോണ്ട് ബിലീവ്, എനിക്ക് അറിയാവുന്നിടത്തോളം അങ്ങനെ അത് വെറുതെ ഒരു ഇതിന് ഇങ്ങനെ ഇത് ചെയ്തപ്പോൾ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കാം. ഐ തിങ്ക് സോ.
ഇപ്പോൾ അനുമോളെ കാണുമ്പം ഇപ്പോൾ പെട്ടെന്ന് കരയുന്നു എന്ന് പറയുന്നത്, ചിലർ പറയുന്നത് സദാചാരം കാണിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അത്രയും കൂട്ടുള്ള ഒരാളല്ലേ. അനുമോളെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പം എന്താ? അനുമോൾ ഇത്തിരി ഇമോഷണലി ബ്രേക്ക് ആവുന്ന ഒരാളാണ്. അപ്പം ഈ സങ്കടം വരുന്നതൊക്കെ പുള്ളിക്കാരിക്ക് സ്വാഭാവികമായിട്ട് അവിടെ വന്നിട്ട് ഡ്രാമ കളിക്കുന്നതൊന്നുമല്ല. വിഷമം വരുമ്പോൾ നമ്മൾ കരയുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ കാര്യങ്ങൾക്ക് അനുമോൾക്ക് വിഷമം വരും. അപ്പം അതവിടെ പറ്റിപ്പോകുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ക്യാമറ വെക്കുമ്പോൾ അത് ഈച്ച് ആൻഡ് എവറി എല്ലാ സാധനവും ഒപ്പിയെടുക്കുകയാണല്ലോ. അപ്പോൾ അതിനകത്ത് എല്ലാം കരയുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സമയത്ത് അനുമോൾ വിഷമിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഇഷ്യൂസിൽ. സോ അത് ബേസിക് നേച്ചറാണ്. കാര്യം പറയുമ്പം ആ സമയത്ത് ഈ തങ്കച്ചൻ ചേട്ടൻ്റെ കൂടെ തങ്കച്ചൻ വിദുരയുടെ കൂടെ അദ്ദേഹത്തിനെയും ചേർത്ത് അനുമോളെ പറഞ്ഞിട്ട് ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിരുന്നു. ഞാൻ വന്നപ്പോഴേക്കും ഇതൊക്കെ കഴിഞ്ഞു, അതൊക്കെ ഒതുങ്ങിയതിന് ശേഷം, ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷമാണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ എൻ്റർ ആവുന്നത്. സോ അത് അവർ തമ്മിൽ നല്ലൊരു ബോണ്ടാണ്. കാരണം സ്കിറ്റ് ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല കൊടുത്ത് വാങ്ങി കളിക്കുന്നത് നല്ല രസമാണ്. ഞാൻ നല്ല രീതിയിൽ ഇത് ആസ്വദിച്ചിട്ടുണ്ട്. സോ അത് മറ്റേതൊന്നും എനിക്ക് അറിയില്ല പേഴ്സണലി. ആ സമയത്ത് അനുമോളെ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ തരണം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അതൊന്നും അവളെ ബാധിച്ചിരിക്കാൻ ഒരു സാധ്യതയില്ല. വേറെ ആരെ അറിഞ്ഞുകൂടെ എനിക്ക് അതിനകത്ത് പേഴ്സണലി. പിന്നെ അനുമോള് അറിയാം എനിക്ക് ഫേവറേറ്റ് ആണ്. ഓഫ് കോഴ്സ് അനുമോള് തന്നെയാണ്. ഞാൻ ഒരുപാട് നാള് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഒരു ഏഷ്യാനെറ്റിൽ കിട്ടിയ ഒരു വർക്കാണ് ഇത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഞാൻ ആ പ്രൊജക്റ്റിനോട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഔട്ട്പുട്ടിൽ അത് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ ടെസ്സയും അതെ, ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് കാണുന്നുണ്ട്. നമ്മളൊരു ബിഗിനർ ആകുമ്പോൾ നമുക്കൊന്നും അറിയാതെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നു ഈ ടൈമിൽ. ഇപ്പം എനിക്ക് ആക്ച്വലി ഒരു ലേണിംഗ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഡയറക്ടർ ആണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ വേണം, അപ്പൊ നെക്സ്റ്റ് ഡേ വരുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു തരും. നമുക്ക് ഞാൻ ലാസ്റ്റ് ഡേ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ച് ചെയ്യുക. അത് അമീനാണെങ്കിലും എല്ലാവരും അത് ഓരോ ദിവസം ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെ ഓർത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബെറ്റർ ആക്കുന്നു ഈച്ച് ഡേ. താങ്ക് യു. എല്ലാവരും കാണുക. നവംബർ 10 വൈകിട്ട് 8 മണി തൊട്ട് നിങ്ങളുടെ സ്വന്തം ഏഷ്യാനെറ്റ്.